Hi and welcome to the new video. In this video, I'll be discussing about microprocessor based digital relays. Okay, so microprocessor based ആയിട്ടുള്ള digital relay ആണ്. Digital relays ആണ് അതിൽ microprocessor ആയിരിക്കും അതിൻ്റെ മെയിൻ പാർട്ട്. മൈക്രോപ്രൊസസ്സർ ഉള്ളത് കൊണ്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ മൈക്രോപ്രൊസസ്സർ ബേസ്ഡ് ഓവർ കറണ്ട് റിലേയുടെ ഒരു പർട്ടിക്കുലർ കേസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. Microprocessor based digital relays schemes are becoming more and more popular for power system protection as they offer attractive compactness and flexibility. ഇപ്പോൾ ഏറ്റവും അധികം മൈക്രോപ്രൊസസ്സർ ബേസ്ഡ് റിലേസ് ആണ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് റെഡ്യൂസ് എ നമ്പർ ഓഫ് ടൈപ്സ് ഓഫ് റിലേ യൂണിറ്റ്സ്. ഒരുപാട് ടൈപ്പ് റിലേ യൂണിറ്റുകളുടെ ഒന്നും ആവശ്യം വേണ്ടി വരില്ല. കാരണം എന്ന് വെച്ചാൽ മൈക്രോപ്രൊസസ്സറിന് ഒരാൾക്ക് തന്നെ കുറേ പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് ടൈപ്പുകൾ കുറേ എണ്ണത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ആൻഡ് ഇൻ്റർഫേസ് എംപ്ലോയിങ് ഓപ്പാംസ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് and multiplexers, comparators, passive elements, etc. have been developed to provide the characteristics of various types of relays. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് ഇതിൻ്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു സിമ്പിൾ ബേസിക് സ്ട്രക്ചർ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇത് ജസ്റ്റ് കാണാൻ പറയാൻ വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് രണ്ടെണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതൊരു അനലോഗ് ഇൻപുട്ട് സിസ്റ്റം. നമുക്കിവിടെ വരുന്നത് എന്തായാലും കറണ്ടോ വോൾട്ടേജ് ഒക്കെ ആണല്ലോ സെൻസ് ചെയ്ത് വരുന്നത്. എന്തായാലും അനലോഗിലാണ് ഉണ്ടാവുക. പക്ഷെ നമുക്ക് മൈക്രോ പ്രോസസ്സർ പ്രോസസ് ചെയ്യുന്നത് ഡിജിറ്റൽ ഡൊമൈനിലാണ് നമുക്കറിയാം. അപ്പോൾ എന്തായാലും അനലോഗ് ഡാറ്റനെ എന്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും, ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അതിൽ മുന്നേ വേറെ കാര്യങ്ങൾ നടക്കേണ്ടി വരും. കറണ്ട് ആണെങ്കിൽ പ്രൊപ്പോർഷണൽ വോൾട്ടേജ് ആയിട്ട് മാറ്റേണ്ടി വരും. ആ വോൾട്ടേജ് എ സിയിലാണ് ഉണ്ടാവുക. അതിനെ റെക്ടിഫൈ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഡി സി ആക്കി മാറ്റേണ്ടി വരും. അതിനെയാണ് നമ്മൾ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എ ഡി സി ഉണ്ടാവില്ല. അപ്പോൾ എ ഡി സി ആണ് അത് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഈ പ്രോസസ്സറിലേക്ക് വരുന്നത്. അത് അതിൻ്റെ ഉള്ളിൽ പിക്കപ്പ് വാല്യൂനായിട്ട് കമ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ട്രിപ്പിംഗ് ചെയ്ത് കുറേ സർക്യൂട്ടുകൾ പാരലായിട്ട് ചിലപ്പോൾ അതിന് ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ ബേസിൽ ഏതിലേക്കാണ് വെച്ചാൽ ട്രിപ്പിംഗ് സിഗ്നൽ ഇഷ്യൂ ചെയ്യും. ഇതേപോലെ ഇത് ഡിസ്പ്ലേ ചെയ്യാനൊക്കെ പറ്റും. വേറെ കൺട്രോൾ ആക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാനും ഡാറ്റ ഔട്ട്പുട്ട്സ് അത് ഡിസ്പ്ലേയും ഒക്കെ പോസിബിൾ ആണ്. So the digital signals are in the form of coded square pulses which represent discrete data, and the signals are in binary form. The microprocessor being set with recommended values compares the dynamic inputs and decides accordingly to generate the trip or alarm signal to the output device. ഞാൻ പറഞ്ഞ കാര്യം തന്നെയുള്ളൂ, കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. അത് അതിൻ്റെ ഉള്ളിൽ സെറ്റ് വാല്യൂനായിട്ട് കമ്പയർ ചെയ്യും, അതിനനുസരിച്ച് ആക്ട് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they have a very small burden on CTs and PTs. So CT and PT burden കുറയും. Then they can process and display the signals very efficiently and accurately and in a very fastest possible manner. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അത് തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. And due to their programmable characteristics, they can be applied extensively in the production of electrical power system. നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. ആൻഡ് വൺ മൈക്രോപ്രൊസസ്സർ യൂണിറ്റ് മേ ബി ഏബിൾ ടു പെർഫോം റിലേയിങ് ഫങ്ഷൻസ് ഓഫ് സെവറൽ സിസ്റ്റംസ്. ഒരൊറ്റ മൈക്രോപ്രൊസസ്സർ യൂണിറ്റ് മതി നമുക്ക് കുറേ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ട് നടക്കാൻ. അപ്പോൾ അതാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള വേറെ അഡ്വാൻറ്റേജ് വരുന്നത്. ആൻഡ് മൈക്രോപ്രൊസസ്സർ റിലേസ് ആർ more reliable and secure to relay engineers because they can alert the user to a malfunction before a fault strip or failure to trip occurs. അപ്പോൾ ഫോൾട്ട് സ്ട്രിപ്പ് അല്ലെങ്കിൽ ട്രിപ്പ് ഫെയിലിയർ വരുന്നതിന് മുന്നേ തന്നെ അതൊരു ഇൻഡിക്കേഷൻ തരും. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചും കൂടി റിലയബിൾ ആണ്. ബട്ട് microprocessors should be properly shielded from the external influences and the system earthing must be very good from which they receive their control voltage. പ്രോപ്പർ എർത്തിങ് ഉണ്ടായിരിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടി വരും. ആൻഡ് അഗൈൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഇലക്ട്രോമാഗ്നറ്റിക് ഷീൽഡിങ് അവിടെ നല്ല രീതിക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് മൈക്രോപ്രൊസസ്സർ ബേസ്ഡ് സിസ്റ്റം ആണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, പിന്നെ ഇതൊരു എക്സാമ്പിളാണ് മൈക്രോപ്രൊസസ്സർ ബേസ്ഡ് ഡിജിറ്റൽ റിലേയുടെ തന്നെ ഓവർ കറണ്ട് റിലേ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മൈക്രോപ്രൊസസ്സർ ബേസ്ഡ് ഓവർ കറണ്ട് റിലേയുടെ ഒരു സെറ്റപ്പാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓവർ കറണ്ട് റിലേ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇതല്ല, കുറേ കേസുകൾ വരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഓരോ ബ്ലോക്കുകൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതിൽ ഏറ്റവും അവസാനം കാണുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. 8085 മൈക്രോപ്രൊസസ്സർ കിറ്റാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ കാണുന്നത് ADC ആണ്. നമുക്ക് അനലോഗാണ് ഡാറ്റ എങ്കിൽ അതിനെ ഡിജിറ്റലാക്കാൻ. അതിന് മുന്നേ മൾട്ടിപ്ലക്സർ വരുന്നുണ്ട്. ഇപ്പോൾ മൾട്ടിപ്ലക്സർ എന്തിനായിരിക്കും നമുക്ക് ഊഹിക്കാം, കുറേ ഇൻപുട്ടുകൾ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈ ഒരൊറ്റ മൈക്രോപ്രൊസസ്സർ തന്നെ പല സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മിനി ടു വൺ കൺവേർട്ടർ ആണ് മൾട്ടിപ്ലക്സർ. അതായത് വന്ന് നിൽക്കുന്ന ഡാറ്റകളിൽ നിന്ന് ഏതിനെ സെലക്ട് ചെയ്യണം എന്നുള്ളത് മൾട്ടിപ്ലക്സറാണ് തീരുമാനിക്കുക. അതിനനുസരിച്ച് അത് ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ പറയുകയാണ് ചെയ്യുന്നത് മൈക്രോ പ്രോസസ്സറാണ് ത്രൂ ചാനൽ സെലക്ട് ലോജിക്ക് വെച്ചിട്ടാണ് അത് സെലക്ട് ചെയ്യുന്നത്. അത് വേറെ കാര്യം.
പിന്നെ ഇതിൻ്റെ മുന്നിലുള്ള നമ്മളെ അനലോഗ് പോർഷനാണ് മെയിനായിട്ടുള്ള, അതായത് ഇൻപുട്ട് ഒരു കറണ്ട് ട്രാൻസ്ഫോമർ, ഇതിപ്പോൾ ഓവർ കറണ്ട് ആയതുകൊണ്ട് കറണ്ട് ട്രാൻസ്ഫോമർ ആണ്, ഒരു കറണ്ട് ട്രാൻസ്ഫോമർ വഴിയാണ് ലോഡ് കറണ്ട് ഇവിടെ സെൻസ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ സേ I1 അതിനെ ഞാൻ പറഞ്ഞു വോൾട്ടേജ് ആണ് നമുക്ക് ആക്കുന്നത്. അപ്പോൾ അതിന് കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് എ സിയിൽ തന്നെയാണ് പ്രൊപ്പോർഷണൽ വോൾട്ടേജ് വന്നിരിക്കുന്നത്, റെക്ടിഫൈ ചെയ്ത് DC ആക്കും. ഇതാണ് ഇങ്ങോട്ട് വരുന്നത്, മൾട്ടിപ്ലക്സർ വഴി കയറി വരുന്നത്. അതിനെ അപ്പോൾ അത് അനലോഗ് തന്നെയാണ് DC ആണെങ്കിലും അവിടുന്ന് ഡിജിറ്റൽ ആക്കിയിട്ടാണ് ആർക്ക് കൊടുക്കുന്നത്, മൈക്രോ പ്രോസസ്സറിന് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനത്തെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇവിടെ പാരലായിട്ട് ഉണ്ടാവാം. അപ്പോൾ അതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാനാണ് മൾട്ടിപ്ലക്സർ വെച്ചിട്ടുള്ളത്. ഇവിടെ AM3705 ആണ് മൾട്ടിപ്ലക്സർ, ADC 0800 ആണ് മൈക്രോ പ്രോസസ്സർ, 8085A ആണ്. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ. ഞാൻ ജസ്റ്റ് ബ്രീഫ് ചെയ്ത് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞ് പോവാം. എന്നിട്ട് അടുത്തതിൽ ജസ്റ്റ് പ്രോസസ്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ ഇത്രേ വരുന്നുള്ളൂ. ഇവിടെ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര സർക്യൂട്ടുകളാണോ അതിലത്തെ എല്ലാം ലോഡ് കറണ്ടുകൾ. ഈ ലോഡ് കറണ്ടിനെ കറണ്ട് ട്രാൻസ്ഫോമർ വഴി റെഡ്യൂസ് ചെയ്ത് ഇവിടേക്ക് എത്തി. ആ എത്തിയിട്ടുള്ള കറണ്ടിൻ്റെ പ്രൊപ്പോർഷണൽ വോൾട്ടേജ് കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ തന്നു. ആ തന്ന അനലോഗ് വോൾട്ടേജിനെ റെക്ടിഫൈ ചെയ്ത് ഒരു VDC എത്തി. VDC ഈസ് പ്രൊപ്പോർഷണൽ ടു ദിസ് കറണ്ട് I1. ഇങ്ങനെ ഓരോ ഇതിലും വന്ന് ഇവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ഈ മൾട്ടിപ്ലക്സർ അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിനെ ഇങ്ങോട്ട് ഔട്ട് ചെയ്യും. ഈ കേസിൽ ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്താ പറയുക, ഒരു ഈ ചാനൽ സെലക്ട് പിൻസ് ഉണ്ട്. അപ്പോൾ ആ ചാനൽ സെലക്ട് പിൻസ് വഴിയാണ് ഇത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലക്സർ അങ്ങോട്ട് വിടുന്നത്. അപ്പോൾ ഈ ചാനൽ സെലക്ടിൻ്റെ കോമ്പിനേഷൻ്റെ ബേസിലാണ് ഇപ്പോൾ ഇത് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ബേസിൽ ഇത് സെലക്ട് ചെയ്യുന്നു, ഇങ്ങോട്ട് വിടുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ നമ്മൾ S1 to S8 മൊത്തം 8 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ S1 എടുക്കണമെങ്കിൽ എന്തായിരിക്കണം വരേണ്ടത്, ഇവിടെ 000 എന്നുള്ള ബേസിക് കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് കണക്ട് ആവും. അത്രേ വരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് വരുന്നത് ഇപ്പോൾ DC ആണ്, DC വോൾട്ടേജ് ആണ്. ആ DC വോൾട്ടേജിനെ ഡിജിറ്റൽ ആക്കണം. അപ്പോൾ അതിനാണ് നമ്മളിവിടെ എന്ത് വെച്ചിട്ടുള്ളത്, AD കൺവേർട്ടർ വെച്ചിട്ടുള്ളത്. അപ്പോൾ AD കൺവേർട്ടർ വഴി അത് ഡിജിറ്റലാക്കി എങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് കൊടുക്കും. അതാണ് അവിടെ നടക്കുന്നത്. പക്ഷേ അതിന് മുന്നേ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. എന്താ, ഈ മൈക്രോ പ്രോസസ്സറാണ് ഇതിൻ്റെ SC എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. സ്റ്റാർട്ട് ഓഫ് കൺവേർഷൻ സിഗ്നൽ ചെയ്യാരോട് പറയുക, ADCയോട് പറയാണ് ഇയാൾ ആദ്യം. എന്താ, ഓക്കെ സ്റ്റാർട്ട് ചെയ്തോ കൺവേർഷൻ, ഇവിടെ വന്നിട്ടുള്ള ഡാറ്റനെ കൺവേർട്ട് ചെയ്തോന്ന്. അതായത് ചാനൽ സെലക്ട് ചെയ്യാൻ ആദ്യം പറഞ്ഞു, അത് സെലക്ട് ചെയ്തപ്പോൾ കൊണ്ട് എത്തിയല്ലോ, അപ്പോൾ അതിന് സ്റ്റാർട്ട് ഓഫ് കൺവേർഷൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ കൺവേർഷൻ സ്റ്റാർട്ട് ചെയ്ത്. അതേപോലെ ഈ AD കൺവേർഷൻ കംപ്ലീറ്റ് ആയി നോക്കിക്കൊണ്ടിരിക്കും. കൺവേർഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എൻഡ് ഓഫ് കൺവേർഷൻ സിഗ്നൽ ഇങ്ങോട്ട് ഇഷ്യൂ ചെയ്യും. അത് പോർട്ട് സിയുടെ അപ്പറിലാണ്. സ്റ്റാർട്ട് ഓഫ് കൺവേർഷൻ പോർട്ട് സിയുടെ പോർട്ടുകളൊക്കെ അറിയും എന്ന് വിചാരിക്കുന്നു. പോർട്ട് A, പോർട്ട് B, പോർട്ട് C ആണ് ഇവിടെ വരുന്നത്. സോറി, അപ്പോൾ അതിൽ പോർട്ട് സിയിലാണ് സ്റ്റാർട്ട് ഓഫ് കൺവേർഷനും എൻഡ് ഓഫ് കൺവേർഷൻ. ലോയിലാണ് സ്റ്റാർട്ട് ഓഫ് കൺവേർഷൻ PC3, ഹയറിലാണ് PC7ലാണ് എൻഡ് ഓഫ് കൺവേർഷൻ. അപ്പോൾ എൻഡ് ഓഫ് കൺവേർഷൻ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് മനസ്സിലായി ഓക്കെ കൺവേർഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ അവിടുന്ന് ഇനി വരുന്ന ഈ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിൻ്റെ ഇവിടുന്ന് വരുന്ന ഡാറ്റ പോർട്ട് Aയിൽ അത് ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ പോർട്ട് Aയിൽ ആക്സെപ്റ്റ് ചെയ്തത് അതിൻ്റെ ഉള്ളിലുള്ള എന്തിനായിട്ട് കമ്പയർ ചെയ്യും, സെറ്റ് വാല്യൂ, അതായത് പിക്കപ്പ് വാല്യൂനായിട്ട് കമ്പയർ ചെയ്യും. അത് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ പോർട്ട് B വഴി PB0 വഴി ഇവിടെ ട്രിപ്പ് സിഗ്നൽ എവിടേക്കാണെന്ന് സർക്യൂട്ടിലേക്ക് ഇഷ്യൂ ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഇത് അടുത്തത് ചാനൽ സെലക്ട് മാറ്റി അടുത്തത് എടുക്കും. ഇതിങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. ഇതെല്ലാം പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ നടന്നു പോകുന്ന പ്രോസസ്സാണ്. ഇപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുള്ളൂ. സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പോയിന്റുകളായിട്ട് എഴുതിയിട്ടുണ്ട്, വായിച്ച് പോകാൻ മാത്രം. സോ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ്, ഇൻഡസ്ട്രിയൽ മോട്ടോഴ്സ് ആൻഡ് റിലേറ്റഡ് എക്യുപ്മെന്റ്സ്. Using a multiplexer, the microprocessor can sense the fault currents of a number of circuits. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. മൾട്ടിപ്ലക്സർ വെച്ച് നമുക്ക് ഒരുപാട് എണ്ണത്തിന് ഇങ്ങനെ പാരലലി അതിൽ മെഷർ ചെയ്തുകൊണ്ടിരിക്കാൻ. ആൻഡ് ഇഫ് ദ ഫോൾട്ട് കറന്റ് ഇൻ എനി സർക്യൂട്ട് എക്സീഡ്സ് ദ പിക്കപ്പ് വാല്യൂ, microprocessor sends tripping signal to the circuit breaker of the faulty circuit. And as the microprocessor accepts signals in voltage form, the current signal derived from the CT is converted into proportional voltage signal using a current to voltage converter. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. The AC voltage proportional to the load current is converted into DC using a precision rectifier and filter. Thus, the microprocessor accepts the DC voltage proportional to the load current through the multiplexer. Then the output of the rectified voltage signal is fed to the multiplexer. The microprocessor or microcomputer then sends the commands on switching on the desired channel. ഏത് ചാനലാണെന്നുള്ളത് പറയും of the multiplexer in order to obtain the rectified voltage in the particular circuit. And since the microprocessor needs digital signals, the output of the multiplexer is fed into an analog to digital converter ADC. The ADC here we are using 0800, and the microprocessor sends signal to the AD converter for starting the conversion, which is the
start of conversion signal and reads the end of conversion signal to examine whether the conversion is over and compares the signal with the predetermined pickup value. Okay. And the microprocessor reads the end of conversion signal to examine whether the conversion is over or not. And as soon as the conversion is over, microprocessor reads the current signal in the digital form and then compares it with the pickup value. അതിനനുസരിച്ച് അവിടെ ഇഷ്യൂ ചെയ്യും. വരുന്നത് ഇത് അതിൻ്റെ ഒരു എന്താ പറയുക ഫ്ലോ ചാർട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളുടെ സിമ്പിൾ ഫ്ലോ ചാർട്ടാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, എന്നാലും ജസ്റ്റ് വായിച്ചു പോകാം. സോ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇനീഷ്യലൈസ് പോർട്സ്, IO പോർട്സ് എല്ലാ പോർട്ടിനും ഇനീഷ്യലൈസ് ചെയ്തു. ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ CB ഈസ് ക്ലോസ്, സർക്യൂട്ട് ബ്രേക്കർ ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് ആണെങ്കിലാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമുള്ളൂ അല്ലേ. ക്ലോസ് ആയ ഒരു സാധനത്തിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അല്ലാണ്ട് നമുക്ക് എന്തായാലും പറ്റില്ല. അപ്പോൾ അതാണ് ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നോ ആണെങ്കിൽ അവിടെ തന്നെ തിരിച്ചു വരും. അപ്പോൾ അത് ആദ്യം നമ്മൾ ഉറപ്പ് വരുത്തണം ബ്രേക്കർ ക്ലോസ്ഡ് ആണെന്നുള്ളത്. അതാണ് ഒന്നാമത്തെ കാര്യം. ദെൻ യെസ് ആണെങ്കിൽ സെൻഡ് സിഗ്നൽ ടു ദ മൾട്ടിപ്ലെക്സർ ടു സ്വിച്ച് ഓൺ S1 ടു ഗെറ്റ് IDC. IDC അല്ല, IDCക്ക് പ്രൊപ്പോർഷണൽ VDC ആണ് ഇവിടെ വേണ്ടത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഫസ്റ്റത്തെ ഇത് VDC എന്നുള്ള രീതിയിൽ എടുത്താൽ മതി, VDC എന്ന് എഴുതിയാൽ മതി. സോ ഫസ്റ്റത്തെ ഇത് വരാൻ വേണ്ടിയിട്ട് S1 എന്നുള്ളത് വരാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് കൊടുക്കും, ചാനൽ സെലക്ട് കൊടുക്കും. ദെൻ സെൻഡ് സ്റ്റാർട്ട് ഓഫ് കൺവേർഷൻ സിഗ്നൽ ടു ADCയോട് സ്റ്റാർട്ട് ചെയ്തോളാൻ പറയും. എന്നിട്ട് കൺവേർഷൻ ഓവറാണ്, EOC വന്നോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻഡ് ഓഫ് കൺവേർഷൻ, ഈസ് കൺവേർഷൻ ഓവർ അല്ലെങ്കിൽ അത് അവിടെ തന്നെ കെടുക്കും, നോ ആയിട്ട് അങ്ങോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും. അത് ഓവർ ആവണ വരെ. ഓവർ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ റീഡ് IDC എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഉദ്ദേശിക്കുന്നത് പ്രൊപ്പോർഷണൽ വോൾട്ടേജ് ആണ് കേട്ടോ. IDCക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വോൾട്ടേജ് ആണ് നമ്മളിവിടെ എല്ലാം എടുക്കുന്നത്. VDC ആണ് ശരിക്കും വരുന്നത്. ദെൻ ഈസ് കറണ്ട് മോർ ദാൻ ദ പിക്കപ്പ് വാല്യൂ. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് ആ വോൾട്ടേജ് ആണ് അവിടെ വരുന്നതെങ്കിലും അത് പ്രൊപ്പോർഷണൽ ടു ഈ കറണ്ട് തന്നെയാണല്ലോ. അപ്പോൾ ആ രീതിക്കാണ് ഇവിടെ IDC എന്ന് എഴുതി പോയിരിക്കുന്നത്. അതുകൊണ്ട് വേറെ കൺഫ്യൂഷൻ വരണ്ട. ദെൻ ഈസ്, അപ്പോൾ അത് റീഡ് ചെയ്തു. ഈസ് ഇറ്റ് മോർ ദാൻ ദ പിക്കപ്പ് വാല്യൂ. പിക്കപ്പ് വാല്യൂന് മേലെ ആണെങ്കിൽ മാത്രം നമുക്ക് ട്രിപ്പ് ചെയ്യാൻ പോയാൽ മതി, അല്ലെങ്കിൽ നോ എന്നുള്ള രീതിയിൽ തിരിച്ച് അങ്ങോട്ട് വരും. അടുത്ത ചാനൽ നോക്കി അടുത്ത ഇത് സെലക്ട് ചെയ്ത് S2 എടുത്ത് അതിലേക്ക് കയറി പോവാം. അതിങ്ങനെ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് വരും. അത് യെസ് വന്നു കഴിഞ്ഞാൽ സെലക്ട് ഡിലേ ടൈം. ഇപ്പോൾ ഫിക്സഡ് ഇത് എല്ലാറ്റിലും വേണമെന്ന് ആവശ്യമില്ല. ഫിക്സഡ് ഡിലേ ടൈം ഉള്ളതിനാണെങ്കിലാണ് എന്താ വരുന്നത്, ഡിലേ ടൈം സെലക്ട് ചെയ്ത് ആ ഡിലേ അവിടെ അപ്ലൈ ചെയ്തിട്ട് ട്രിപ്പ് സിഗ്നൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്, പിന്നെ ജമ്പ് ചെയ്തിട്ട് തുടക്കത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്ത് വരുന്നത് ഫ്ലോ ചാർട്ട്. സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇത്രയാണ് നമ്മുടെ മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് ഓവർ കറണ്ട് റിലേ.